കരുണാമയനും ലോകത്തിന്റെ അധിപതിനുമായ പുള്ളി സംസാരിക്കട്ടാ ചന്ദ്ര. വിദ്യാഭ്യാസം ഇല്ലാത്ത ചന്ദ്രനൊക്കെ എന്നെ ക്രോസ് ചെയ്യാൻ വരരുത് കേട്ടോ. പറഞ്ഞിട്ടുള്ളത് നിന്റെ അടുത്ത്. കരുണാമയനും ഈ ലോകത്തിന്റെ അധിപനുമായിട്ടുള്ള എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇപ്പം ഈ ടിവിയിലുള്ള 1 2 3 4 5 6 7 8 9 10 12 13 14 പേര് എല്ലാവിധ അല്ല ഇനി ആൾക്കാരുണ്ട് ജോക്കി. എല്ലാവർക്കും അനുഗ്രഹം വേണം. ഇല്ലാത്തവർക്കും ഇവിടെ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും പോയവർക്കും അനുഗ്രഹം പോയവരും വരാതിരിക്കുന്നവർക്കും എല്ലാവർക്കും അനുഗ്രഹം വാരിക്കൊരു ചൊരിയണമെന്ന് ഞാൻ നിന്റെ വാഗുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് ഇനി അനുഭവിക്കാൻ പോകുന്ന എല്ലാ അടിപിടികളും എല്ലാ നല്ല 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 സിറ്റുവേഷനുകളും നമ്മൾക്ക് നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലുതുകാലം എടുത്തു വെക്കുക. കഥ തുറക്കുന്നില്ല. മാറിയില്ല ജോക്കി. ജോക്കി മാറി നിക്ക്. നിങ്ങൾക്ക് ചെവി ജോക്കി അവിടെ നിന്ന് തുറക്കാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വാ. ഞാൻ ഇങ്ങ് വന്നു. ബഗ്ഗാണ് ബഗ്. അതാണ് ഡോറ തുറന്നതാ. കേറിപ്പോ തന്നെ സിറ്റുവേഷൻ ആയിരുന്നു. വാ പുള്ളിക്ക് ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയൊന്നും ഇല്ല ഒരു ധാരണ ഇല്ല. ഞങ്ങൾ അണ്ണന്റെ കൂടെ ഉണ്ട്. ജോക്കി ഇവിടെ റൈറ്റ് സൈഡ് ഈ ഒരു സ്വിച്ച് ഒന്ന് അമർത്തണമെന്ന് വരും. എന്നാലേ അവിടെ മീറ്റിംഗിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും. ഇവിടെ അകത്തോ എവിടെ ലെഫ്റ്റ് അവിടെ തന്നെ കുനിഞ്ഞു നോക്കി കാണാൻ. ജോക്കി അവിടെ തന്നെ ലെഫ്റ്റ് സൈഡില്. അമ്മങ്ങി ജോക്കിയുടെ കാലുണ്ട്. അമ്മങ്ങി വാ 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 വാ. കാല് കോച്ച് വെച്ച് എല്ലാരും കൊണ്ടിരുന്നാണ്. എന്ത് പറഞ്ഞാലും കേട്ടോളം കേട്ടാ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ. എല്ലാരും കാല് കോച്ച് കൊണ്ടിരുന്നാണ്. എല്ലാരും നടുവൊക്കെ നിർത്തി. എവിടെയായിരുന്നു ചന്ദ്രൻ ഒരു കാര്യം മെന്നി ഇവിടെ നിക്ക്. ഞങ്ങളിവിടെ നിക്ക്. ഇനി ഇടത്തെ സൈഡില് ഈ കസറിലിരി. ഇരിക്കാൻ പറ്റില്ല എനിക്ക്. മെന്നി അവിടെ കുത്തി ഇരുന്നാണ് ബോബനെ കേറാൻ പറ്റത്തില്ല. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ. അപ്പം ഒരുത്തന്നെ മടി കേറി തറയിലിരിക്കുന്നു. എടാ ഗഡി ഞാൻ നിക്കാം. അപ്പം ഗ്യാങ്ങിന്റെ ഇനി ജോക്കിയാണ് സംസാരിക്കണത്. ചന്ദ്ര പുള്ളി ഞങ്ങൾ നോക്ക് മാറി വിളിക്കാം. നടന്നോട്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ എടാ എല്ലാരും എന്നെ ശ്രദ്ധിക്കുക. റേഡിയോ കയറാനാ? ഈ റേഡിയോ കയറി കഴിഞ്ഞ ഇത് ഷൗട്ടിട്ട് ജോക്കി സംസാരിച്ചോ. അത് ഞെക്കുമ്പോ റൈറ്റ് സൈഡില് ബ്ലാക്ക് മണിയുടെ താഴെ ഞെക്കുമ്പോ ആ മൈക്കിന്റെ അവിടെ ഇങ്ങനെ ഫുള്ള് വരുന്നതാണ് ഫുൾ ശബ്ദം. എന്നാ കൊണ്ടയാ ശംഭു നിന്റെ താഴെ തൂങ്ങി കിടക്കുന്ന പടവലങ്ങ. എടാ ഇത് പിള്ളകളിയല്ല. നിങ്ങൾ ഈ ഒന്നെങ്കിൽ താഴെ ഇരിക്കണം അല്ലെങ്കിൽ മുകളിൽ നിൽക്കുന്നത്. ബോബോയാണ് ജോക്കി. പിള്ളേരെ നോർമലി ഇങ്ങനെയാണ് ജോക്കി ഇരിക്കുന്നേ. അവനാണ് ഓടി ഗ്യാങ് ആരത് കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാ. എടാ ബോബോയ് ഇവന് പട്ടി ഓടിക്കുന്നുണ്ടാ? ബോബോയ്
പറയുന്നത് കേൾക്കാൻ പറ്റുമോ ചോദിച്ചു സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എടാ ഞങ്ങളുണ്ടോ ഇവിടെ ഇത് കണ്ടുകൂടല്ലോ. ടൈം ആണ്. എടാ കുറച്ച് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പ്രവർത്തിക്കണ എല്ലാരും. ഒന്ന് ഇരിക്കണ, ഒന്ന് മിണ്ടാതിരിക്കണ എല്ലാരും. കേക്കുന്നുണ്ടോ? എടാ ഞാൻ ഈ ഗാങ്ങിൽ നിന്ന് പോയിട്ട് ഇപ്പൊ എത്ര വർഷമായി വാസു? 1 2 3 2 വർഷമായി ജോക്കി. എനിക്ക് ആകെപ്പാടെ ഇതിനകത്ത് അറിയാവുന്നത് ഒന്നാമത്തെന്ന് പറഞ്ഞ ചന്ദ്രൻ, വാസു, കാലഹരണപ്പെട്ടു പോയെന്ന് വിചാരിച്ച നമ്മുടെ മെന്നി, പിന്നെ വിട്ടൽജി മരിച്ചുപോയി, പിന്നെ സക്കീർ, പിന്നെ ഇത് എന്റെ ഫ്രണ്ടിൽ ആരാ നിൽക്കുന്നത്? മുണ്ടിന് മാറി നിൽക്കുന്നു. ഇത് ജോക്കി അറിയാവുന്ന പയ്യനാണ് ബോബോയ്. ബോബോയ്. ഓ എന്റെ കുഞ്ഞു ബോബോയ്. പിന്നെ ഇതിനകത്ത് വേറെ ആരെ അറിയാവുന്നേ? വേറെ സക്കീർ, ആരെ അറിയത്തില്ല. അപ്പം ഓരോരുത്തരായിട്ട് ഒന്ന് പരിചയപ്പെടുത്തിയാൽ വളരെ ഉപകാരമായിരിക്കും. അല്ല മെന്നി എനിക്ക് അറിയാം. മെന്നി ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് തുടങ്ങി. വെള്ളമുടി, മാസ്ക് ഇട്ട പറഞ്ഞോളൂ. ആരാ? സാവേജ്. ഇത്രേ ഉള്ളൂ. നീ ഒന്ന് പരിചയപ്പെടുത്തി കൊടുറാ നിന്നെ. നീ ഒന്ന് വാതോട് സംസാരിക്കും സാവേജ്. ഞാൻ ഫോട്ടോയൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഫോട്ടോയില് കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ സിനിമാറ്റിക്സിലും ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ളൂ ജോക്കി. പിള്ളേരെ മേളിലൊരു ഫോട്ടോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു ഫോട്ടോ എന്നിട്ട് ബാക്കി പറ. അല്ല നിന്നെ കുറിച്ച് സംസാരിക്കുക. എന്നെ കുറിച്ച് നീ ഏത് ഗ്യാങ് ആയിരുന്നു, എവിടുന്ന് വന്നു എന്നൊക്കെ പറഞ്ഞു. എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, എങ്ങനെ എടുത്തു. പിന്നെ ഇപ്പൊ ടിവി. അതിപ്പോ അറിയാലൂടെ കുട്ട. അതിന്റെ മോന്റെ നിന്റെ സാവേജിന്റെ എന്തൊക്കെയാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഗ്യാങ്ങിന് വേണ്ടി എന്തൊക്കെ ചെയ്യും, എന്തൊക്കെയാണ് മറ്റേ പരിപാടികൾ എന്നൊക്കെ ഇങ്ങോട്ട് പറ. വെടിവെക്കും. വെടിവെക്കും. പിന്നെ സൂപ്പറായിട്ട് നമ്മുടെ വെടിവെങ്കിലാണുള്ളത്. സാവേജ് ഇരുന്നു. അടുത്ത എണ്ണിക്ക്. ഇങ്ങോട്ട് വാ. സ്നൈപ്പ്. അയ്യോ കൊറേ കേട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോ ആദ്യം കേട്ടത് നിന്നെ കുറിച്ചാ. സാവേജ് പറഞ്ഞ പോലെ തന്നെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളൂ. മേളിലൊരു ഫോട്ടോ ഉണ്ട്. പിന്നെ എന്റേതും വെടിവെക്കുക അങ്ങനത്തെ വെടിവെക്കുക മാത്രല്ല നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. നന്നായിട്ട് സംസാരിക്കും. പിന്നെ സംസാരിക്കണത്തിന് എന്താ കുറവ്? സംസാരിക്കും. എന്നെ കൊണ്ടൊക്കെ സംസാരിപ്പിക്കും ഞാൻ. ഇനി അടുത്തത് ഹെൽമെറ്റ് മാസ്കും വെച്ചിട്ടുള്ളൂ. ജോഗി അവൻ മാസിലുണ്ടായിരുന്ന പയ്യനാണ്. മാസിനെ ഓർമ്മയില്ല ജോഗിക്ക്? മാസ് കഴിഞ്ഞിട്ട് പിന്നെ മാസിലെ ചാർലിയും അണ്ണും ഒരുമിച്ച് പഠിച്ചാണ്. അതെ ചാർലിയും പുലിക്കാട്ടിൽ ചാർലി അണ്ണും ഒരുമിച്ച് പഠിച്ചതാണ്. ഒരേ ക്ലാസ്സിൽ. ജോഗി പയ്യനിപ്പോ പറഞ്ഞ കേട്ടില്ല. സാത്താനെ അറിയത്തില്ലേ ജോഗിക്ക്? സാത്താനെ പിന്നല്ലാതെ DC-യിലുണ്ടായിരുന്ന പയ്യനും കൂടെയാണ്. DC-യില് സ്നൈപ്പ്. നീ മാസിലുണ്ടായിരുന്നല്ലേ? മാസിലുണ്ടായിരുന്ന ലാസ്റ്റ് DC ആയിരുന്നു. DC സാത്താന്റെ DC. ഫസ്റ്റ് DC. ഓക്കെ. ഇനി അടുത്തത് മറ്റേ തട്ട വിട്ടു ഹെൽമെറ്റും. മാസ്ക് ജോഗി കാണുന്നത് എന്റെ കോല അല്ല ഇത് വേറെ ആരോ. ഇത് ഞാൻ ഹെൽമെറ്റ് ഇത് വേറെ ആരോ. ഞാനൊരു സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. നിനക്ക് പരിചയപ്പെടൂല്ലേ മെന്നി? നിക്കണേ. ഇത് മാഡി കിണ്ടി. മാഡി കിണ്ടിയുടെ ഇതൊക്കെ ഒന്ന് പറ. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ വന്നു, എന്താണ്? വെടിയാണോ അതോ കടിയാണോ, എന്താന്ന് പറ. വെടി സംസാരിക്കത്തില്ല. ഞാൻ വെടിയാണെന്നല്ല, വെടിവെക്കാൻ അറിയാം. അവൻ സംസാരിക്കുകയും ചെയ്യും, അടിപൊളിയായിട്ട് സംസാരിക്കുകയും ചെയ്യും. ഇവന് സാവേജും സ്നൈപ്പ് ഇവനും അടിപൊളിയായിട്ട് സംസാരിക്കും. എല്ലാരെയും സംസാരിപ്പിക്കും. നീ സംസാരിപ്പിച്ചുള്ള ബാക്കിയും നീ മക്കള് പോക്കും. ഇനി അടുത്ത അവനും SMG ഉണ്ടായിരുന്ന ജോഗി. ഇവന്മാര് മാഡിയും സ്നൈപ്പിനെ ഒരുമിച്ചാണ് നമ്മള്. അതെ ഇവന്മാർ രണ്ടുപേരും ഒരുമിച്ചാ കൊണ്ടുവന്നത് നമ്മള് TV-യിലോട്ട്.
മനസ്സിലായി. നീലമുടി. എന്റെ പേര് ബില്ലുമോൻ. ഉയ്യോ, ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പേരാ അത്. ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊണ്ട് പറഞ്ഞാട്ടെ. ഞാൻ എന്റെ പഴയ ഗ്യാങ് എന്ന് പറയുമ്പോ ഞാൻ കുറെ ഗ്യാങ്ങിൽ കളിച്ചിട്ടുണ്ട്. പഴയ ഗ്യാങ് എന്ന് പറയുമ്പോ മാസിലായിരുന്നു. എന്നിട്ട് മാസിലെ സേതുവൊക്കെ ഇപ്പോഴും ഉണ്ടോ അതോ കാലഹരണപ്പെട്ട് പോയോ? കാലഹരണപ്പെട്ട് ഇപ്പോഴും ഉണ്ട്. ശരി, ബാക്കി പറ. ഞാൻ സംസാരിക്കുകയും ചെയ്യും, വെടിവെക്കുകയും ചെയ്യും. സംസാരിക്കത്തില്ല കൊണ്ടയാണ് കേട്ടോ അവൻ. സംസാരിക്കുന്നത് കുറവാ, വെടിവെക്കുന്നത് അല്ല, വെടിവെക്കുന്ന കുറവാണ് കേട്ടോ, സംസാരമാണ് കൂടുതലേ. അതാണ് വെടി കാറ്റഗറിയിൽ 1, 2, 3, 4. ഇനി ഇപ്പുറത്തോട്ടുള്ളവന്മാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മന്ദാരം ഇങ്ങോട്ട് കേക്കട്ടെ. ഇതാണോ അപ്പുറത്ത് പോലെ ചോദിച്ചോണ്ടിരിക്കുന്നത്? പിന്നെ ഇവന്റെ കാര്യം അറിയാലോ. എന്റെ പേര് സാർക്ക്. ഞാൻ ഇവിടെ മരം വിട്ട് ജീവിച്ചോണ്ടിരുന്ന ഒരാളായിരുന്നു. മരം എന്റെ പണിയായിരുന്നു അത്. അത് കഴിഞ്ഞ് ഇവിടെ പല പല ജോലികൾ ചെയ്ത് ജീവിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മുമ്പ് വേറെ ഗ്യാങ്ങിലൊന്നും ഇല്ലായിരുന്നു. ഇതാണ് എന്റെ ആദ്യത്തെ ഗ്യാങ്. അവസാനമായിട്ട് പൊള്ളാച്ചിയിൽ വെച്ച് സ്പോട്ട് ചെയ്തെന്ന് പറഞ്ഞവനാണ്. പലരും പക്കളും തളിക DC vs FD മാച്ച് സ്റ്റാർട്ടിംഗ് സൂൺ. പറക്കും തളിക ജോക്കി ഫുട്ബോൾ കണ്ടിട്ടുണ്ടോ? അണ്ണൂനെ ആദ്യമായിട്ട് കണ്ടത് ഗ്യാങ്സിന്റെ ഫ്രണ്ട് വെച്ചായിരുന്നുണ്ടോ? വെള്ളം ഒടിച്ച് പാമ്പായിട്ട് ഇറങ്ങി വെളിയിലോട്ട് പോയത്. എനിക്ക് തോന്നല്ലേ പറഞ്ഞാണ് താഴെ ഇറങ്ങി മദാര ഉച്ചിഹ കേറി ഇരിക്കണം മോനെ മക്കളെ. ജോക്കി നമ്മുടെ ബെല്ലാരി. ഓ, ബെല്ലാരിയുടെ കോലീഡറാണോ? ഓ അതെ, ആയിരുന്നു. ബെല്ലാരിയിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നതാണ് പയ്യൻ. ഓക്കെ സന്തോഷം. ഇനി അന്നത്തെ ആരെങ്കിലും പരിചയം? നീലം ഓഹോ, ഇങ്ങോട്ട് വന്നേടാ നീല. നിന്റെ സുമതി അമ്മ സുഖമായിട്ടിരിക്കുന്നോ? അവസാനം ഞാൻ അവനെ കാണുമ്പോ പെണ്ണായിരുന്നു. ആര്? മന്ദാരം. അപ്പൊ നീല KVL പഴയ നമ്മുടെ നീലൻ, നമുക്കെതിരെ കുറെ കളിച്ചിട്ടുള്ള നീലൻ തിരിഞ്ഞ് ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് അല്ല എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എല്ലാരും ഒന്ന് സംസാരിച്ച് സുമതിയമ്മയൊക്കെ ഇപ്പോഴും സുഖമായിട്ടിരിക്കുന്നു. അപ്പാപ്പൻ കണ്ടിട്ടില്ല കുറെ നാളായേ. സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെ സംസാരം? അതോ വെടി മാത്രമേ ഉള്ളൂ? എന്റെ മോനെ എത്ര നാളെ സൗണ്ട് കേട്ടു. ഇനി അങ്ങോട്ടിരി, എല്ലാരും നിരന്ന് അങ്ങോട്ടിരി. എല്ലാരും പരിചയപ്പെട്ടില്ലേ? ഞാൻ പരിചയപ്പെട്ടു. പിന്നെ ഒരു മിനിറ്റ് വാസു ഇങ്ങോട്ടൊന്നും ടിവിയിലുള്ള എല്ലായിടത്തും ജോക്കി ഒരു സെക്കൻഡ് ഒരു കാര്യം പറഞ്ഞു കൊടുത്തോട്ടെ. ടിവിയിലുള്ള എല്ലായിടത്തും പുതിയ പിള്ളേരോട് പ്രത്യേകിച്ച് എല്ലായിടത്തും പറയാണ്, ഹൈറാർക്കി വൈസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ആക്ച്വലി ഗ്യാങ്ങിന്റെ എല്ലാം ഓൾ ഇൻ വൺ ആണ് കറന്റ്ലി ജോക്കി. ഇപ്പൊ ജോക്കിക്ക് അങ്ങനെ ഒരു പൊസിഷൻ, നമ്മുടെ ഗോഡ് ഫാദർ എന്നുള്ള രീതിയിൽ കോ ലീഡർ അങ്ങനത്തെ ഒരു പൊസിഷൻ കോ ലീഡറിൽ ഉണ്ടായിരുന്ന ലിസ്റ്റിലുണ്ടായിരുന്ന ആളാണ്. പക്ഷെ അതിലും മുകളിലായിട്ട് ഒരു ഗോഡ് ഫാദർ ലിസ്റ്റിൽ നമ്മൾ കൊടുത്തിരുന്ന ടിവിയുടെ ഒരു ഇത് കൊടുത്തിരുന്ന ഒരു നമ്മുടെ ഒരു ഫൗണ്ടേഷൻ ആണ് ശരിക്കും പുള്ളി. എന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാങ് തുടങ്ങാൻ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് എനിക്ക് കുറെ ഇപ്പൊ ഫിനാൻഷ്യൽ വൈസ് ആണെങ്കിലും മെന്റൽ സപ്പോർട്ട് ആണെങ്കിലും എല്ലാം നമുക്ക് ജോക്കിയുടെ സൈഡിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് പറയാനല്ലോ, നമുക്കിതൊരു പില്ലറാണ് പുള്ളി, നമ്മുടെ ഒരു പില്ലർ ഓഫ് TV എന്ന് പറയാം. അപ്പൊ ഹൈറാർക്കി വൈസ് നിങ്ങളെല്ലാവരും റെസ്പെക്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആളാണ് നമ്മുടെ ജോക്കി. അതുപോലെ തന്നെ മെന്നിയുടെ കാര്യം പറയാണ്, മെന്നി ഈവൻ ദോ കറന്റ്ലി ഇപ്പോൾ ഒരു മെമ്പർ ആണെങ്കിൽ പോലും ഗൈസ് നിങ്ങൾ കൂട്ടത്തിലുള്ള എല്ലാവരും മെന്നിക്ക് ആ റെസ്പെക്ട് കൊടുത്ത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അത് ഞാൻ ഇപ്പോഴേ പറയാണ്. എല്ലാവരും ലിറ്ററലി എല്ലാവരും ഇവിടെ നിൽക്കുന്ന ബാക്കി എല്ലാവരും മെന്നിക്ക് ആ ഒരു റെസ്പെക്ട് എപ്പോഴും ഇവിടെ വരുമ്പോൾ കൊടുക്കണം. എടാ പോടാന്നൊന്നും കയറി വിളിച്ചേക്കരുത്. സോ മെന്നിയും TVയുടെ ഒരു വലിയ ഇതാണ്. കാരണം ഇവരൊക്കെ 2-3 വർഷമായിട്ട് കുറച്ച് കാര്യങ്ങളിൽ മാറി നിൽക്കുന്നത് കൊണ്ടാണ് ഇതാക്കിയത്. അതുകൊണ്ട് മെന്നിക്കും ആ ഒരു റെസ്പെക്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്ത് വന്നാലും ഉണ്ടാവണം. ബാലനെയൊക്കെ പരിചയപ്പെടുത്തുക, ബാലനെയൊക്കെ അറിയാം. ബാലനെയൊക്കെ അറിഞ്ഞൂടെ? പിന്നെ പണ്ട് ബാലനെയൊക്കെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? വ്യത്യാസങ്ങളൊക്കെ. ഒരു സെക്കൻഡ് ആരും പോലെ അവിടെ ഇരിക്കണേ.
കാര്യം ചോദിക്കട്ടെ ഇതിന്റെ ഒരു അജണ്ട എന്താണ് ഇനി? ജോക്കിയല്ലേ ഗ്യാങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ പ്രസംഗിക്കണോ അതോ കൂടെ നിന്ന് എന്തേലും പ്രസംഗിക്കുവോ? ഇനി മുന്നോട്ടുള്ള പാതയിൽ നമ്മുടെ കൂടെയുള്ള കുഞ്ഞാടുകൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പാടില്ല, നമ്മൾ എല്ലാരും ഒരുമിച്ച് നിക്കണം. ഞാനങ്ങ് പൊളിക്കട്ടെ. തകർക്ക് ജോക്കി എന്റെ ചന്ദ്ര ഒന്നേ നമ്മുടെ ഒരു ഒന്നേ മോളത്തിന്റെ ഫ്രെയിം ഫിക്സ് ചെയ്യണം. എന്തിനു പറ്റി? എന്തിനു പറയുന്ന ആള് പുള്ളി എന്തോ പ്രസംഗിക്കാൻ പോണട്ടാ തന്നെ കൂടെ നോക്കാം. എല്ലാരും ഒന്ന് അടഞ്ഞിരുന്നാണ്. എല്ലാരും അടുത്തോട്ട് ക്ലോസ് ക്ലോസ് അടുത്തോട്ടിരിക്കൂ. ഇനി എന്താ കാണാനുള്ളത്? മടിയിലേക്ക് കയറി ഇരിക്കല്ലേ മോനെ, മുണ്ടഴിഞ്ഞു. ഒരു സാർക്കടക്കി ഇരിപ്പ് കണ്ട വേറെന്തൊക്കെ തോന്നുന്നു. കാര്യം എന്താ, ജോക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. ഞാനപ്പ ഈ പറയുന്ന കാര്യം എന്താ, ബാബു 2 ദിവസം ആവും വരാൻ ഓൾറെഡി പറഞ്ഞു വന്ന് അനൗൺസ് ചെയ്തിട്ടാ പോയത്. അന്നേരം നമ്മൾ തുടങ്ങുവാണല്ലോ. അപ്പൊ ഈ തുടങ്ങുന്ന സമയത്ത് ദൈവത്തെ ഓർത്ത് ഇതിനകത്ത് വള്ളി പിടിക്കുന്ന ആരൊക്കെയാ സത്യം പറഞ്ഞ? ജോഗി അങ്ങനല്ല ജോഗി. ഇവിടെ നിൽക്കുന്ന ഈ കോടാലിയും പിടിച്ചോണ്ട് നിൽക്കുന്ന ഈ ചന്ദ്രനടക്കം ഈ ഞാനടക്കം എല്ലാരും വള്ളി പിടിക്കാറുണ്ട് ജോഗി ഇവിടെ. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞ എന്താന്ന് വെച്ചാ, ഞാൻ ഈ റിംഗ് ലൈറ്റ് വിട്ട ഡ്രസ് വിട്ടോണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പറയട്ടെ, ഞാൻ ഈ റിംഗ് ലൈറ്റ് പോലത്തെ ഡ്രസ് വിട്ടോണ്ട് നാളെ ഇപ്പൊ ഒരു റോഡിൽ നിൽക്കുക. അപ്പൊ TV ആണെന്ന് ചോദിച്ചാൽ എനിക്ക് ആണെന്ന് അല്ലെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അല്ലെന്ന് പറഞ്ഞ ജോക്കി ഞാൻ തന്നെ ഇവിടെ കൊണ്ട് കക്കൂസ് കഴിക്കുമല്ലോ. അതെന്താ ജോക്കി അങ്ങനെ വർത്താനം? അല്ല പറയട്ടെ. അപ്പൊ എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് നാളെ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് പോലെ എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഏതെങ്കിലും ഗ്യാങ് ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാ? ജോക്കി അങ്ങനെ ചോദിച്ചാൽ അങ്ങനൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാരും ഒരേപോലെ ശത്രുക്കളാണ്. ഒരേപോലെ ബാക്കി എല്ലാരും കൊണ്ടുപോകും ജോക്കി. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പം നമ്മളെ എല്ലാരും ശത്രുക്കളാണ്, നമുക്ക് മിത്രങ്ങളായിട്ട് ആരും ഇല്ല എന്നാണ് ഇപ്പൊ നിങ്ങൾ തന്നെ. എനിക്ക് പിടിക്കുന്നില്ല കേട്ടോ. അപ്പൊ നാളെ എന്നെ പിടിച്ചോണ്ട് പോയിട്ട് ഒരു ഗ്യാങ് ഇപ്പൊ പിടിച്ചോണ്ട് പോയിട്ട് എന്നെ കൊണ്ട് കക്കൂസ് കഴിക്കാന്ന് വെച്ചോ. എനിക്ക് ഇമാജിൻ പോലും ഞാൻ പറയട്ടെ വാസൂട്ടൻ ഞാൻ പറയട്ടെ, ഇതിനകത്ത് ആരൊക്കെ വരും? നമ്മളെല്ലാരും വരും. ജോക്കി പറയട്ടെ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ജോക്കി ഞാൻ കാര്യം പറയാം. ദേ അവനെ കണ്ടോ ആ ഗടി? ജോക്കി അവന്റെ ശരീരത്തിൽ അവസാന ശ്വാസം ഇല്ലാതാവണം ജോക്കി ഇവിടുന്ന് പോണമെങ്കിൽ. നമുക്കിപ്പം സത്യം പറഞ്ഞാൽ ഒരു രമ്യത പോവാം, കുറച്ചു നാളത്തേക്ക് നമുക്കൊരു രമ്യത പോവാം. മനസ്സിലായോ? നമുക്ക് ഇങ്ങനെ വള്ളി എടുക്കുക, വഴക്കിടുക, ആരേലും വന്ന് ചൊറിയുവാണെങ്കിൽ നമ്മളൊരു രമ്യത പോവാം. നമുക്ക് തൽക്കാലം നമുക്കിപ്പൊ നമ്മളിങ്ങനെ വെടിവെപ്പോ അല്ലെങ്കിൽ നമുക്ക് അലമ്പോ നമ്മൾ വഴക്കോ നമ്മൾ അതിനിപ്പോ തൽക്കാലത്തേക്ക് പിടിക്കണ്ട. മനസ്സിലായോ? നമ്മള് കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ നിക്കുക. സംസാരിക്കണോ സംസാരിക്കാം, നമുക്ക് ഡാൻസ് കളിക്കണോ ഡാൻസ് കളിക്കാം, എന്തോ വേണേലും ചെയ്യാം. പക്ഷെ ഒരടിപിടി ഉണ്ടാകുന്നതിന് മുന്നേ 100 വട്ടം ആലോചിക്കണം. കാരണം പുറകെ വരാൻ ഇപ്പൊ 100 പേരില്ല. ഒരു വെടിവെപ്പ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ. എനിക്കാണെങ്കിൽ തോക്ക് പിടിക്കാൻ പോലും അറിയത്തില്ല. എനിക്ക് തോക്ക് എങ്ങനെ എടുക്കുന്നതിന് പോലും അറിയത്തില്ല. ഈ വീരവാദം മാത്രമേ ഉള്ളൂ. രണ്ടുപേരാ ലിസ്റ്റിൽ നിങ്ങൾ കൂട്ടുകയും ചെയ്യരുത്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രശ്നം വരുവാണെങ്കിൽ ഞാൻ മുന്നേ വന്ന് നിൽക്കും. നിങ്ങൾക്ക് മാർഷൽ ആർട്സ് അറിയാലോ, നിങ്ങൾക്ക് പിന്നെ പേടിക്കണേ. അപ്പം നമ്മൾ എല്ലാരും ഇനി എന്നും വരണം. ഞാനും എന്നും വരുമായിരിക്കും. അപ്പം നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് വെടിവെപ്പ് അല്ലാണ്ട് നമുക്ക് അങ്ങനല്ല, നമ്മൾ സംസാരം കൊണ്ടിട്ട് പല കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട്. പല സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം എല്ലാരും എന്നും ഇതിനകത്ത് വരേണ്ടതാണെന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു കൊള്ളുന്നു. നിങ്ങൾ വരായിരിക്കും നിങ്ങൾ ഇഷ്ടം, പക്ഷെ വരണം. ആഗ്രഹിക്കുന്നു അല്ല വരണം. അപ്പം തൽക്കാലത്തേക്ക് നമ്മളിപ്പോ വള്ളി പിടിക്കുന്നില്ല. നമുക്കിപ്പോ വെടിവെപ്പ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ വേറെ പല സിറ്റുവേഷനുകളായിട്ട് നമ്മൾ മുന്നോട്ട് പോയാണ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ആയിട്ടേക്കുന്നു. എടാ അപ്പൊ എല്ലാരും ഓക്കെ അല്ലേ?
ഇതില്ല. ഓക്കെ അണ്ണാ ഓക്കെ എല്ലാം പറഞ്ഞ പോലെ ചേട്ടാ ഇവിടെ എല്ലാരും ഉണ്ടാവും, ഒരു പ്രശ്നമില്ല. മെന്നി പറ മെന്നിക്ക് ചന്ദ്ര മെന്നിക്ക് എന്താ പറയാനുണ്ടെന്ന്. ഞാൻ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് എന്റെ അപ്പൂപ്പന്റെ മഷട്ടി കിട്ടിയ സന്തോഷത്തിലാണ്. എനിക്ക് ചോര വേണം. ആരുടെ ചോര വേണമെങ്കിൽ ആ കമാറിനൊക്കെ പിടിച്ച് മെന്നി അന്ന് പോയായിരുന്ന കമാരനല്ല ഇപ്പൊ. കമാരൻ ഇപ്പൊ ഇവിടെ വലിയൊരു സാമ്രാജ്യം ഉണ്ട് മെന്നി. അപ്പം കൊണ്ട് ഇരുത്തും എന്ന് പറഞ്ഞ ചെന്നാലേ അവിടെ കക്കൂസിലിരുത്തും. ചോദിക്കണോ? വേണ്ട അപ്പൊ കുറച്ചു നാളെ നമുക്ക് ഒന്ന് ഇതായിട്ടിരിക്കാം. മനസ്സിലായ? പിന്നെ മതി ചോര പിന്നെ മതി. അണ്ണാ എന്ത് വിലയെടുത്തും മിന്നിയുടെ പഴയ ഗേൾഫ്രണ്ട് നമുക്ക് തിരിച്ചെടുക്കണം. എനിക്ക് അങ്ങനെ ഒന്നും സംസാരിക്കാനില്ല പ്രത്യേകിച്ച്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വട്ടം വന്നപ്പോഴേ പിള്ളേരുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞ ഗൈസ് നമ്മള് കുറച്ച് ദിവസം നമുക്ക് സംസാരിക്കാം. ആൻഡ് PvP വൈസ് നമ്മുടെ വിങ് നല്ല ലോ ആണ് ഇപ്പം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മാത്രം സിറ്റുവേഷൻ ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ജീവിതകാലം മൊത്തം PvP വിങ് ഹോൾഡ് ആക്കിയിട്ടിട്ട് ഞാൻ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. അതെന്റെ പ്രോമിസ് ആണ്. ഞാനത് ഇപ്പോഴും പറയാണ്. ആൻഡ് ഐ വിൽ വെയിറ്റ് ഫോർ സം ടൈം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ പറയണത് പോലെ നമ്മുടെ PvPക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തുടങ്ങും. അതിന് എനിക്ക് കുറച്ചൊരു പെർട്ടിക്കുലർ ടൈം വരെ ഞാൻ വെയിറ്റ് ചെയ്യും. അതും കഴിഞ്ഞിട്ട് എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. PvPക്ക് വേണ്ടുന്ന നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും എൻ്റെ സൈഡിൽ നിന്ന് ഉറപ്പായിട്ടും ഉണ്ടാവുന്നതായിരിക്കും. അത് മെമ്പേഴ്സ് വൈസ് ആണെങ്കിലും എന്നല്ല. ഇവിടെ ഇന്ന് ഈ റേഡിയോയിൽ ഇപ്പം ഇത്രയും പേരെ ഉള്ളെങ്കിൽ നാളെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ റേഡിയോയിൽ എത്ര പേര് ഇവിടെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അത് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എന്തായാലും അത് പ്രൊവൈഡ് ചെയ്യും. അത് ഉടനെ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇനി നിൽക്കും എന്നും മുന്നോട്ട് പോകുമ്പോഴും എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഉറപ്പുള്ള ആൾക്കാരെ മാത്രമേ എടുക്കാൻ താല്പര്യമുള്ളൂ. അത് കഴിഞ്ഞ എല്ലാ റിക്രൂട്ട്മെന്റും നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്താണ് എടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ ഫാസ്റ്റ് റിക്രൂട്ട്മെന്റ്സ് എടുക്കുന്നില്ലായിരുന്നു. നമ്മൾ ഓരോരുത്തരെ സോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ പയ്യെ കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ്. ഒറ്റയടിക്ക് ആർക്കും റീപ്ലേസ്മെന്റ് ആരെയായിട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ല, അങ്ങനെ ചെയ്യുന്നുമില്ല. പക്ഷേ നമുക്ക് അസേ ഒരു ഗ്യാങ് PvP ഇതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് അറിയാമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആണ്. നിങ്ങൾക്ക് ഗ്യാങ് ഗ്യാങ് എന്നുള്ള സാധനം കോൺസെപ്റ്റ് എൻ്റെ ഒപ്പാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വേണം അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് ഗ്യാങ് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് PvP മസ്റ്റാണ്. അയ്യോ എൻ്റെ ലാഗായി ഗസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്യാങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയല്ലേ? അതെ പിന്നല്ലാതെ ചോര വേണം. അപ്പൊ നമുക്ക് ഗ്യാങ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും ചെയ്തു തുടങ്ങാം. അപ്പോൾ അതിൽ തൽക്കാലം എനിക്കറിയാം നിങ്ങൾ കുറെ പേര് PvP ഇഷ്ടപ്പെടുന്ന അല്ലെ PvPക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന കുറച്ച് ആൾക്കാരുണ്ട്. ലൈക്ക് നിങ്ങളുടെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈം നിങ്ങൾ അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യണം. അതായത് അപ്പാർട്ട് ഫ്രം PvP നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം. അതായത് PvP മാത്രമല്ലാതെ നിങ്ങൾക്കും സംസാരിക്കാനും അതിനും ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണോടാ. നിങ്ങൾ PvP മാത്രം ചെയ്തുകൊണ്ടിരിക്കില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ബാക്കി ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ, ഇതൊരു വലിയ ലോങ് ഗ്യാപ്പാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. ചെറിയ ഗ്യാപ്പ് ടൈമിൽ നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ആൻഡ് നമുക്കൊരു ഇവന്റ് നടത്താം. ചന്ദ്ര, നമുക്ക് നല്ലൊരു ഇവന്റ് നടത്തണം. അതോടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറ. നമുക്ക് ഈ സിറ്റിയിൽ എല്ലാവരും നടത്തുന്ന പോലെ ഒരു ഇവന്റ് നടത്താം. വൈമാപ്പ് എന്ത് കാര്യം വേണേലും കൊണ്ടുവരാം. അതിന്റെ നമുക്ക് ഓഫ്ലൈൻ അത് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് വന്ന് പറയണം. നമുക്ക് ഒരു ഇവന്റ് നടത്തണം. ഈ ഒരു ഗ്യാപ്പ് ടൈമിൽ നമുക്കൊരു ഇവന്റ് നടത്താം. സംസാരിക്കാൻ ഇനി നിങ്ങളുടെയൊക്കെ കൂടെ ഞാനും ചന്ദ്രനും ജോക്കി എല്ലാം ഞങ്ങൾ തത്സമയം ഇല്ലെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതായിരിക്കും. എടാ പിന്നെ ഇവിടെ സിറ്റിയിൽ വരണ ചിലവരൊക്കെ നല്ല ഇവന്റ്സ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാരും പോയി അത് ശരിയാണ്. കാരണം നമ്മളുടെ ഇത് കുറച്ചുകൂടി ആൾക്കാർ കാണുന്നതാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്താലേ ബാക്കി എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാരും അതിൽ നിന്ന് ഇതായി മാറി വേറെ ഇതിലോട്ട് പൊക്കോണ്ടിരിക്കും. അപ്പൊ നമ്മള് എങ്കിലും മനസ്സിലായില്ലേ, എല്ലാ ഇവന്റ്സിലൊക്കെ പോയി പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യണം. ഗ്യാങ്സ് വെക്കണേ അതിലടിയും വഴക്കൊന്നും നോക്കണ്ട ആരും ഇവിടെ. സത്യമാണ്. അതിപ്പോ ഏത് ഗ്യാങ് ആണേലും നമുക്ക് എത്ര ശത്രുതയുള്ള ഗ്യാങ് ആണേലും 30 ഗ്യാങ് ഉണ്ട്. അല്ല ജോഗി, അങ്ങനെയല്ല ജോഗി. ഇവിടെ മോസ്റ്റ്ലി ഞാൻ പറയണം, നമുക്ക് ബാക്കി 26 ഗ്യാങ്സിനോട് ഒരു 10-26 ഗ്യാങ്സിനോട് നമുക്ക് അങ്ങനെ കമ്മിറ്റ്മെന്റും മറ്റേ ഇതൊന്നും ഇല്ല. ആരെങ്കിലും അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ നമ്മളായിട്ട് അല്ലാതെ ഉണ്ട്. OIDS അല്ലേടാ ഇന്നലെ പോയ നമ്മള് മന്ദാരം ആണല്ലേ? അങ്ങനെ കുറച്ച് ഗ്യാങ്സ് ഉണ്ട് ജോക്കി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇതൊന്നും ജോക്കി എല്ലാ പ്ലേയേഴ്സും എല്ലാരുമായിട്ട് ടേംസ് ഒന്നും അല്ല ഞാൻ പറയണേ. അവരിതുവരെ നമ്മളെ ഉപദ്രവിക്കാനും നമ്മളെ ഇതാക്കാനും വന്നിട്ടില്ല.
ബെല്ലാരും KV അല്ലാതെ ബാക്കി ഗ്യാങ്ങുകളിൽ ആരുമായിട്ട് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. പക്ഷെ സോർട്ട് ചെയ്യാൻ അടിയാക്കാതെ നോക്കണം നമ്മുടെ ഉത്തരവാദിത്വം. അത്രേ ഉള്ളൂ. വേറെ ബാക്കി ആരോടും അങ്ങനെ നമ്മൾ അങ്ങനെ വലിയ നമുക്ക് അങ്ങനെ കമ്മിറ്റ്മെന്റ് എന്ന് പറയാനില്ല. സിറ്റുവേഷൻസ് ചിലപ്പോ എപ്പോ വേണേലും ഉണ്ടാവും. പിന്നെ വേറെന്തെങ്കിലും പറയാനുണ്ടോ ചന്ദ്ര? നിനക്ക് എന്തെങ്കിലും? ഇല്ല ഓക്കെ, അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. അങ്ങനെ ഫോർമൽ മീറ്റിംഗ് ഒന്നും ഇല്ല. നമ്മള് ജോക്കിയുടെ കാര്യം മെന്നിയുടെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെയൊക്കെ വിളിച്ചത്. അപ്പൊ എല്ലാരും ഇനി സിറ്റിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഇനിയുള്ള എന്തിനാണെങ്കിലും ഞങ്ങളെ 3 പേരിൽ ആരെ വിളിച്ചാലും ഞങ്ങൾ എപ്പോ വേണേലും വരും. പഴയതുപോലെ ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തായാലും ഇവിടെ അവൈലബിൾ ആയിരിക്കും. എപ്പോ സിറ്റുവേഷൻ ഉണ്ടായാലും എന്തുണ്ടായാലും നമ്മളെ അറിയിക്കണം. നമ്മൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉണ്ടാവും. അത് ഇനി തെറ്റിക്കാത്തൊരു വാക്ക് അതായിരിക്കും എന്തായാലും. ഇതിപ്പോ ഏത് ഇവന്റാ നടക്കുന്നേ? അത് ഫുട്ബോൾ ആണെന്ന് തോന്നുന്നു. ഫുട്ബോൾ. പിന്നെ ഒരു കാര്യം കൂടെ ഗൈസ്, നമ്മുടെ ഗ്യാങ് ഡ്രസ് ഞാനൊന്ന് ചേഞ്ച് ചെയ്യുവാണ്. നമ്മുടെ ഗ്യാങ് ഡ്രസ് ഞാൻ സിയോണിലെ ഗ്യാങ് ഡ്രസ് തിരിച്ചു കൊണ്ടുവരുക. സോ അപ്പോൾ അതും കൂടി ഒന്ന് സംസാരിക്കുന്നുണ്ട്. സിയോണിലെ ഗ്യാങ് ഡ്രസ് ആയിരിക്കും ഇനി തൊട്ട് TVയുടെ ഗ്യാങ് ഡ്രസ്, ഹുഡിയും മറ്റേ ഇതും. അപ്പോൾ വണ്ടിയുടെ കാര്യത്തിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ വെളിയിൽ പറഞ്ഞ് സംസാരിച്ചെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ TVയുടെ ഗ്യാങ് ഡ്രസ് ഇനി തൊട്ട് നമ്മുടെ സിയോണിലെ ഗ്യാങ് ഡ്രസ് ആയിരിക്കും. അതായിരിക്കും ഇനി നമ്മുടെ മുന്നോട്ടുള്ള ജേർണിയിലുള്ള ഗ്യാങ് ഡ്രസ് എന്ന് പറയണത്. അപ്പോൾ അതും കൂടെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അല്ലല്ല, അത് സംസാരിച്ചു അത് സംസാരിച്ചു സീനില്ല. അപ്പോ അത്രയാണ്. ബാക്കി വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. എല്ലാരും ഉണ്ടാവണം നമ്മുടെ കൂട്ടത്തിൽ. ഇപ്പൊ ഇതൊരു നമ്മള് കുറച്ച് വീക്കറായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയാണ്, ഇങ്ങോട്ട് ട്രിഗർ ചെയ്യാൻ കുറെ പേര് വരും. മാക്സിമം ഞാൻ പറയണത് നിങ്ങൾ എല്ലാവന്മാർക്കും മറ്റേ കുനിഞ്ഞു മിണ്ടാതെ നിന്ന് കൊടുക്കലെന്ന് പറയണം കേട്ടോ. ഉള്ളവർ 10 പേരാണെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തിനെ കൊണ്ടുപോയി നമ്മൾ പോയി അടിക്കും. അത് ഞാൻ ഇപ്പോഴേ പറയാം. പക്ഷെ നമ്മളായിട്ട് പോയി അങ്ങോട്ട് ചൊറിഞ്ഞ് ഒരാളെ എടുക്കണ്ട. നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ ഉള്ളവരെ വെച്ച് സിറ്റുവേഷൻ എടുക്കും. അതിനി 15 പേര് എന്തായാലും റേഡിയോയിൽ ഞാൻ കൊണ്ടുവരിക്കും, അതേ ഉറപ്പാണ്. നമ്മളെ അത്രയ്ക്കും ട്രിഗർ ചെയ്ത് ഈ മോശ സമയത്ത് വന്നിട്ട് മറ്റേ സാമാനത്തിൽ പിടിച്ച് ചൊറിയണമാര് വരുവാണെങ്കിൽ സിറ്റുവേഷൻ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തു. ബാക്കി നമുക്ക് അന്നേരം നോക്കാം. ജയിക്കുന്ന തോക്കുന്നതൊക്കെ പിന്നെ നമ്മളെന്ത് തോറ്റിട്ടില്ലടാ. നമ്മളാരും തോറ്റിട്ടില്ലേ. നമ്മൾ തോറ്റും ജയിച്ചൊക്കെ തന്നെയാണ് ഇവിടെ വരെ വന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് അങ്ങനെയൊന്നുമല്ല. പണ്ട് എന്നും നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൂടെ ഒരാളെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമ്മള് ബാക്കി ഗാങ്സ് ചെയ്യുന്ന പോലെ നമ്മള് വീടിനകത്ത് കയറി ആൾക്കാർ വരുമ്പോ നമ്മൾ ഇറങ്ങുന്നത്. നമ്മള് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആളെണ്ണം നോക്കാൻ നമ്മൾ ഇറങ്ങി അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലിപ്പം മീൻസ് അങ്ങനെ നോക്കണ്ട. അത് ഏതാ ചന്ദ്ര ഡയലോഗ്? ആളെണ്ണം നോക്കാതെ ഇറങ്ങി അടിച്ചിട്ടുണ്ടെന്നോ? പിന്നല്ലാതെ എന്തിനാ? അത്രേ ഉള്ളു. അതേ ഉള്ളു. അത് തന്നെ പറയാനുള്ളത്. ആളെണ്ണം നോക്കാതെ നമ്മൾ അടിക്കും. അത് ഇല്ല, വീക്ക് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതേ നീ ചന്ദ്ര, നീ ഇങ്ങോട്ട് നോക്കട. എന്ത് ഇരിക്കണ കണ്ട ഞാൻ തന്നെ ഒരു 4 അടിക്കണം. ഇവിടെ ആരായിരുന്നു? ഇവിടുത്തെ ഒരു ശബ്ദം മാത്രം കേൾക്കണത്. ഇരിക്കണ കണ്ടാ നേരന്ന് എന്നെ കാണുന്നില്ല ഇവിടെ നിക്കണേ. കൈവൊക്കെ എത്തിച്ചാടിയിട്ട് പോലും എന്റെ ഫ്രെയിമിൽ വരുന്നില്ല. എന്തിനു ചെയ്യാൻ പറ്റും? അപ്പൊ അത്രേ ഉള്ളു മക്കളെ. എന്തുണ്ടെങ്കിലും നമ്മളുണ്ടാവും. അതേ ഉള്ളു. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു റോക്കറ്റ് എടുത്തോണ്ട് വന്ന് വായിലെങ്കിലും അടിക്കും. അല്ലേ? പക്ഷെ വേറൊരു കാര്യം പണ്ടത്തെ പോലല്ല. ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ജോക്കി. ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. FRP അടിക്കാൻ പറ്റത്തില്ല. മനസ്സിലായ? അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളു. വാ, മീറ്റിംഗ് ഒന്നും ഇല്ല. വാ, നമുക്ക് വെളിയിലോട്ടൊക്കെ നിക്കാം. വാ.